Hi friends, welcome back. Tell me, how long have you been learning the tense system, recorded speech and passive voice? എത്ര വർഷങ്ങളായി നിങ്ങൾ പഠിക്കുന്നു? വീണ്ടും പഠിക്കാൻ അല്ലേ? ഈ ഷോർട്ട് വീഡിയോ കാണുന്നതിന് മുമ്പ്, ബിഫോർ വാച്ചിങ് ദിസ് ഷോർട്ട് വീഡിയോ, വാച്ച് മൈ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ഇംഗ്ലീഷ് ലെസൺസ് റൈറ്റ് ഫ്രം part 1 to build your necessary foundation in tenses and primary auxiliaries. Let's start. The golden rule of passive voice. Passive voice-ലെ ഏറ്റവും പ്രധാനപ്പെട്ട റൂളാണ്. ഒരു റൂളേ ഉള്ളൂ. അതാണ് നമ്മൾ ഇവിടെ പഠിക്കാൻ പോകുന്നത്. ഒരു സെന്റൻസ് എഴുതിയിട്ടുണ്ട്. The boy is eating 2 cakes. The subject the boy ആണ്. എല്ലാവർക്കും അറിയാം, സബ്ജക്ട് എന്ന് പറയുന്നത് സെന്റൻസിന്റെ വിഷയമാണ്, തീമാണ് അല്ലെ? ആരെ പറ്റി പറയുന്നു, എന്തിനെ പറ്റി പറയുന്നു. ഈ സീറ്റിംഗ് അതിൽ വെർബാണ്, ഇത് പ്രസന്റ് ആണ്, ഇത് കണ്ടിന്യൂസ് ആണ്. 2 cakes അതിൽ ഒബ്ജക്റ്റ് ആണ്, സഫർ ആണ്, സഫർ ഓഫ് ദി ആക്ഷൻ ആണ്. ഇത് ട്രാൻസിറ്റീവ് വെർബാണ്. നോക്കുള്ളൂ. ഈസ് ഈറ്റിംഗ്, അതിനെ ഞാൻ ഇങ്ങനെ എഴുതുകയാണ്, പ്രസന്റ് പ്ലസ് ബി. ഈസ് എന്ന് പറഞ്ഞാൽ പ്രസന്റ് പ്ലസ് ബി ആണ്. നോക്കൂ, ഇത് ഈറ്റ് പ്ലസ് ING ആണ് അല്ലെ? നോക്കൂ, തിന്നുകൊണ്ടിരിക്കുന്നു. മലയാളത്തിൽ വളരെ കൃത്യമാണ്, മലയാളത്തിലെ ഇതേ കാര്യം തന്നെയാണ്. ഇനി ഇതിനെ എന്തുകൊണ്ട് ആക്റ്റീവ് എന്ന് വിളിക്കുന്നത്? കാരണം സബ്ജക്ട് ആക്റ്റീവ് ആണ്. ദി ബോയ് എന്ന സബ്ജക്റ്റ് ആണ് പ്രവൃത്തി ചെയ്യുന്നത്. ഇനി നോക്കുള്ളൂ, ഇതിനെ പാസീവ് ആക്കണമെങ്കിൽ നിങ്ങൾ ഇതിൽ ബീൻ എന്ന് പറയുന്ന ഒരു ശബ്ദം കലർത്തിയാൽ മാത്രം മതി. പ്രസന്റ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബി കണ്ടല്ലോ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഓഫ് ബി ആണ്, BEEN. ഇനി ഇവിടെ നടക്കുന്നത് നോക്കൂ, സഫിക്സ് ഹോപ്പിംഗ് എന്ന് പറയുന്ന ഒരു കാര്യമാണ്. ഈറ്റിനോട് ചേർന്ന് നോക്കൂ, ഈറ്റിന്. ഇനി ബാക്കി എടുക്കുന്ന ബീയും ഇങ്ങും കൂടെ ചേർന്ന് ബീയിങ് ആകും. ഒരു കൺഫ്യൂഷന്റെ കാര്യമില്ല, കാരണം ഇത് എല്ലായിടത്തും ഇങ്ങനെ തന്നെ നടക്കും. അടുത്തത് ബി പ്രസന്റിനോട് ചേർന്ന് ആമോ, ഈസോ, ആറോ ആകും. അപ്പൊ ആമീസ് ആർ പ്ലസ് എന്ത് കിട്ടി? ബീയിങ് പ്ലസ് ഈറ്റൻ. ഇത്രയും നമുക്ക് കിട്ടി. ഇനി സബ്ജക്ട് പൊസിഷനിലേക്ക് 2 കേക്സിനെ കൊണ്ടുവരും. അതിന്റെ സബ്ജക്റ്റ് ആണ്. 2 കേക്സ് വരുമ്പോൾ അത് ആമീസ് ആറിൽ 4 തിരഞ്ഞെടുക്കും, 6 തിരഞ്ഞെടുക്കും. അപ്പൊ 2 കേക്സ് ആർ ബീയിങ് ഈറ്റൻ ബൈ ദി ബോയ്. ഇതാണ് പാസീവ് വോയിസ്. 2 കേക്കുകൾ കുട്ടിയാൽ തിന്നപ്പെട്ടുകൊണ്ടിരിക്കുന്നു. മലയാളം ഇംഗ്ലീഷും എല്ലാം ഇതാണ്. ഇംഗ്ലീഷില് നമുക്ക് പെട് എന്നൊരു ശബ്ദം, മലയാളത്തിൽ പെട് എന്നൊരു ശബ്ദം, ഇംഗ്ലീഷിൽ അത് ബീയിങ്. ഈ വ്യത്യാസം മാത്രമേ ഉള്ളൂ. മനസ്സിലായെന്ന് കരുതുന്നു. ഇത് തന്നെയാണ് എല്ലാ ഗ്രാമറിലും നമുക്ക് കാണാൻ കഴിയുന്നത്. മനസ്സിലായല്ലോ? ഇത് ബൈഹാർട്ട് ചെയ്യേണ്ട കാര്യങ്ങളല്ല. മനസ്സിലായല്ലോ? അതുകൊണ്ട് പ്ലീസ് ഷെയർ യുവർ എക്സ്പീരിയൻസസ് വിത്ത് മീ in the comments, and don't forget to like my video and subscribe to my channel. Thank you.